ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സച്ചിയും അർച്ചനയും ധനുഷിന്റെ വീട് തിരക്കി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു കടയിൽ ചോദിക്കുന്നു, എന്നാൽ ധനുഷിന്റെ പേരിൽ ഇവിടെ ആരും താമസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അർച്ചനയും സച്ചിയും കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നേരത്തെ സ്നേഹ പോയ ഓട്ടോ തിരികെ പോകുന്നത് അർച്ചന കണ്ടു. അതുകൊണ്ട് തന്നെ ആ ഓട്ടോയ്ക്ക് പിന്നാലെ പോവുകയാണ് അവർ. ഓട്ടോയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് സച്ചിയുടെ കാറ്. എന്നിട്ട് സച്ചിയും അർച്ചനയും എണ്ണീറ്റ് ഇറങ്ങി ഓട്ടോക്കാരനരികിലേക്ക് പോയി കാര്യം തിരക്കുകയാണ്. അങ്ങനെ സ്നേഹയെ കൊണ്ടുവിട്ട സ്ഥലം ഏതാണെന്ന് ഓട്ടോക്കാരൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നു. വഴിയെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം പോകാം എന്ന് പറഞ്ഞ് അർച്ചന അവിടേക്ക് പോകുന്നു. ശേഷം കാണിക്കുന്നത് അവനിക സ്നേഹ അന്വേഷിക്കുന്നു, അതും സേതുവിന്റെ മുന്നിൽ വെച്ച്. കാരണം സ്നേഹ ഇവിടെയില്ല, ധനുഷിന്റെ വീട്ടിൽ പോയി എന്ന് അവനികയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് സേതുവിന്റെ മുന്നിൽ വെച്ച് തന്നെ സ്നേഹയെ അവനിക അന്വേഷിക്കുന്നത്. അവൾ ഇവിടെ ഇല്ല അവനികയെ, അവള് ഫ്രണ്ടിനെ കാണാനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയെന്ന് സേതു. എന്നാൽ അവൾ ഫ്രണ്ട്സിനെ കാണാനല്ല പോയത്, ധനുഷിനെ കാണാനാണ് എന്ന് അവന്തിക പറയുന്നു. അതെ അച്ഛാ, അവള് കള്ളം പറഞ്ഞു പോയതാണെന്ന് അവന്തിക. ഇത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നിനക്ക് തടഞ്ഞുകൂടായിരുന്നോ എന്ന് സേതു ചോദിക്കുന്നു. അല്ലച്ചാ, അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ, അച്ഛനോടല്ലേ കള്ളം പറഞ്ഞു പോയത് എന്ന് അവന്തിക. പിന്നെ നീ എങ്ങനെ അറിഞ്ഞു അവൾ ധനുഷിനെ കാണാനാണ് പോയതെന്ന്? അത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാണ്, ധനുഷിന്റെ വീടിന്റെ പരിസരത്ത് അവളെ കണ്ടു എന്ന്. അവള് പുറത്തു പോലും ഞാൻ അറിഞ്ഞില്ല, അതാണ് ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചത്. അച്ഛനെ പറ്റിച്ച് അവൾ അവന്റെ അടുത്തേക്ക് പോയതാണ് എന്നും അവന്തിക പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സേതു മാധവൻ. ഉടൻ തന്നെ സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സേതു. അച്ഛനാണ് എന്ന് അർച്ചന പറയുന്നു. സച്ചി ഫോൺ എടുത്തോ. നീ ഇപ്പോൾ എവിടെയുണ്ടെന്ന് സേതു ചോദിക്കുന്നു. എവിടെയാണെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് ആ ധനുഷ് എന്ന് പറയുന്നവന്റെ വീട്ടിൽ പോണം. അവിടെ സ്നേഹമുണ്ടെങ്കിൽ അവളെ വിളിച്ചോണ്ട് വരണം. അവൾ വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും വലിച്ചിഴിച്ചെങ്കിലും അവളെ കൊണ്ടുവരണമെന്നും സേതു പറയുന്നു. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. മനസ്സിലായച്ചാ എന്ന് സച്ചിയും. അങ്ങനെ ഫോൺ വെച്ചു. സന്തോഷത്തോടെ അവനിക അപ്പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി വീണ്ടും വണ്ടിയെടുത്ത് ധനുഷിന്റെ അടുത്തേക്ക് പോവുകയാണ്. തുടർന്ന് ആരും കാണാതെ മാറി നിന്ന് വീണ്ടും അവനിക ഫോൺ ചെയ്യുന്നത് മൂർത്തിയാണ്. മൂർത്തി ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നീ ഇവിടെയാണെന്ന് ചോദിക്കുന്നു. സച്ചി ഉടനെ അവിടെ വരും. വന്നാൽ ഞാൻ പറയുന്നത് വേണം അവിടെ നടക്കാനെന്നും അവന്തിക പറയുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവന്തിക മൂർത്തിയോട് പറഞ്ഞു. ധനുഷിന്റെ മുറിയിൽ സ്നേഹ ഇങ്ങനെ ഇരിക്കുകയാണ്, ധനുഷിനെ ചേർന്നിരിക്കുന്നു. തൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് തോന്നുന്നത്. എന്നും എപ്പോഴും ഇതുപോലെ ചേർന്നിരിക്കുന്ന രണ്ടുപേരെയാണ് അർച്ചന ഇങ്ങനെ അകറ്റാൻ ശ്രമിക്കുന്നത് എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു, അങ്ങനെ ആരകറ്റാൻ ശ്രമിച്ചാലും നമ്മൾ അകലില്ല ധനുഷ്. നമ്മളെ വേർപെടുത്താൻ ആർക്കും ആകില്ല. ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാകും. ഒരുമിക്കുന്നതിന് മുമ്പ് ഇത്രയും കഷ്ടപ്പാട് ഈശ്വരൻ നമുക്ക് തരുന്നെങ്കിൽ എനിക്ക് വേണ്ടി ധനുഷ് അനുഭവിച്ചതൊക്കെ ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാവുന്നത് പോലുമില്ല. താൻ ആരെയും മനസ്സിലാക്കിക്കാൻ ശ്രമിക്കേണ്ട, അനുഭവിച്ച എനിക്കും എന്നെ മനസ്സിലാക്കിയ താനും മാത്രം മതി ഇനി നമുക്ക് എന്ന് ധനുഷ് പറയുന്നു. ഇന്നല്ലെങ്കിൽ നാളെ സച്ചിയും അർച്ചനയും എല്ലാം മനസ്സിലാക്കുമെന്നും പറയുന്നു. എൻ്റെ നിരപരാധിത്വം അവർക്ക് ബോധ്യമാകും. അന്ന് അവരെന്നോട് മാപ്പ് പറയാൻ അവരിവിടേക്ക് തന്നെ വരുമെന്നും ധനുഷ് പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് അർച്ചന അവിടെ എത്തിയിരിക്കുന്നുണ്ട്. അർച്ചനയും സച്ചിയും നേരെ വാതിൽ വന്ന് മുട്ടുകയാണ്. വാതിൽ തുറന്നത് മൂർത്തിയാണ്. അത് ശരി, നീയാണോ ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന് സച്ചി ചോദിക്കുന്നു. ഇവിടുത്തെ സെക്യൂരിറ്റിയും കാര്യസ്ഥനും ഒക്കെ ഞാൻ തന്നെയാണ്, നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് മൂർത്തി ചോദിക്കുന്നു. എൻ്റെ പെങ്ങൾ ഇതിനകത്തുണ്ട്, അവളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത് എന്ന് സച്ചി പറയുമ്പോൾ മൂർത്തി പറയുന്നു, അവൾ വന്നില്ലെങ്കിൽ വലിച്ചിഴച്ചാലും ഞാൻ അവളെ കൊണ്ടുപോകും, നീ മുന്നിൽ നിന്ന് മാറ് എന്ന് സച്ചി. മാറില്ല, മാറ്റണമെന്ന് മൂർത്തി. ധനുഷും നിന്റെ പെങ്ങളും അകത്ത് മുറിയിലുണ്ട്, കുറെ നേരമായി അതിനൊക്കെ തിരിപ്പാട് സംസാരമാണെന്ന് തോന്നുന്നു. അതോ ഇനി എന്നെ മൂർത്തി പറയുമ്പോൾ മാറട എന്ന് പറഞ്ഞ് മൂർത്തിയെ പിടിച്ച് തള്ളിയിട്ട് മൂർത്തിക്ക് 2 അടിയൊക്കെ കൊടുക്കുകയാണ് സച്ചി. 2 അല്ല കൊടുത്തത്, കുറേ അടി കൊടുക്കുന്നു. നിർത്താൻ എന്ന് പറഞ്ഞ് ധനുഷ് അവിടേക്ക് വന്നു. വളരെ ദേഷ്യത്തോടെ സച്ചി ധനുഷിനെ നോക്കുന്നു. ധനുഷിന് തൊട്ടു പിന്നിൽ സ്നേഹയും. നീ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് സച്ചി ദേഷ്യത്തോടെ ചോദിക്കുകയാണ് സ്നേഹയോട്. സ്നേഹ പറയുന്നു, ഞാനിവിടെ എന്തിനാ വന്നതെന്ന് ഏട്ടന് അറിയില്ലേ? ധനുഷിനെ കാണാനും സംസാരിക്കാനും. ഞാൻ പോകുന്നിടത്ത് നിങ്ങളെന്തിനാ പുറകെ വരുന്നത്? തോന്നിവാസം കാണിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നോടി എന്ന് സച്ചി പറയുകയും സ്നേഹ അടിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ആ കൈ തടയുകയാണ് ധനുഷ്. അതെന്ത് പണിയാ സച്ചി സാറേ? സാറ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവല്ലേ സ്നേഹ പറഞ്ഞത്?
അവൾ ചോദിച്ചത് ശരിയല്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ സ്നേഹയുടെ പുറകെ നടക്കുന്നത്? നീ എൻ്റെ കയ്യിൽ നിന്ന് വിട്, ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അനുജത്തിയോടാണെന്ന് സച്ചി പറയുന്നു. അനുജത്തിയൊക്കെ അങ്ങ് നെല്ലിശ്ശേരി വീട്ടിൽ, ഇവിടെ ധനുഷിൻ്റെ പെണ്ണാണിവൾ എന്ന് ധനുഷ് പറയുമ്പോൾ ധനുഷിൻ്റെ കരണത്ത് തന്നെ കൊടുത്തിരിക്കുകയാണ് സച്ചി. എന്നിട്ട് ധനുഷിനെ കുറെ അടിച്ചു, അതും സ്നേഹയുടെ മുന്നിലിട്ട് തന്നെ. സ്നേഹ തടയാൻ നോക്കിയപ്പോൾ അർച്ചന സ്നേഹയെ തടയുന്നു. കാരണം ധനുഷിന് 2 കിട്ടട്ടെ എന്ന് അർച്ചനയും വിചാരിച്ചു. അങ്ങനെ സച്ചി ഒരുപാടങ്ങ് കൊടുത്തു ധനുഷിന്. നിനക്കെന്റെ പെങ്ങള് വേണമല്ലേടാ എന്ന് പറഞ്ഞ് സച്ചി വീണ്ടും ധനുഷിനെ അടിക്കുകയാണ്. തല്ലിക്കോ, എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ, എനിക്ക് തിരിച്ചു തല്ലാൻ അറിയാത്തത് കൊണ്ടല്ല, എൻ്റെ സ്നേഹയുടെ സ്നേഹത്തിന് വേണ്ടിയാണ് ഞാൻ. ഇവൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന എന്നെയാണോ നിങ്ങൾ തല്ലി അകറ്റാൻ നോക്കുന്നത്? ഞങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി എത്ര അനുഭവിക്കാനും ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വാധീനം വെച്ച് നാളെ എന്നെ കൊന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. സ്നേഹ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നറിയോ? രജിസ്റ്റർ മാരേജ് ചെയ്യണം എന്ന് പറയാൻ, അല്ലാതെ വീട്ടിലേക്ക് തിരികെ പോകുന്നില്ലെന്ന് പറയാൻ. അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് എന്നെ, എനിക്കും അങ്ങനെ തന്നെയാണ്. എന്നിട്ടും ഞാനത് ചെയ്യാത്തത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ സ്നേഹയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാൽ നിങ്ങളുടെ നിലയും വിലയും എന്താകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതോർത്ത് മാത്രമാണ് ഇപ്പോഴും നിങ്ങളുടെ അനുജത്തി നിങ്ങളുടെ വീട്ടിലുള്ളത്. പൂർണ്ണ സമ്മതത്തോടെ നിങ്ങൾ ഇവളെ എന്നെ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ ആ താലിയുമായി കാത്തിരുന്നോളാമെന്ന് ധനുഷ് ഇങ്ങനെ അഭിനയിച്ച് തകർക്കുകയാണ്. ഇടുക്കേട്ടെ അർച്ചന ദേഷ്യത്തോടെ പറയുന്നു, മതി നിന്റെ നാടകം. നീ പറയുന്നത് ദേ ഇവളെ വിശ്വസിക്കും, ഞങ്ങളെ അതിന് കിട്ടില്ല. നീ സൂക്ഷിച്ചോ സ്നേഹേ, ഇവനിതുപോലെ പല കള്ളങ്ങളും പറയും. അത് കേട്ട് മയങ്ങി വീഴുന്നത് പടുകുഴിയിലേക്കാണെന്ന് ഓർക്കണം. ഇത് കേട്ട് സ്നേഹ പറയുന്നു, നിങ്ങൾക്ക് എന്താ എപ്പോഴും ഇങ്ങനെ ഒരു വർത്തമാനം? നിങ്ങൾക്ക് സച്ചിയേട്ടൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് ധനുഷും. കണ്ടോ അടികൊണ്ട് ഇങ്ങനെ നിന്നിട്ടും ധനുഷ് പറയുന്നത് എന്നെയും എൻ്റെ സ്നേഹത്തെയും കുറിച്ചാണ്. ഈ പറഞ്ഞ നിങ്ങൾ ആരുമല്ലല്ലോ, ഞാനല്ലേ ഇവൻ്റെ കൂടെ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തെ പറ്റി എനിക്കില്ലാത്ത ഒരു പേടിയും ആശങ്കയും മറ്റുള്ള ആർക്കും വേണ്ട. ധനുഷ് ഒരു വാക്ക് പറഞ്ഞാൽ ഇനി മുതൽ ഞാൻ ഇവിടെ നിൽക്കും. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഇവൻ അത് പറയില്ല. വിവാഹ സ്വപ്നങ്ങളുമായി ജീവിച്ചവരാണ് ഞങ്ങൾ 2 പേരും. വിവാഹത്തിലൂടെ ഒന്നിക്കണമെന്നാണ് ധനുഷിൻ്റെ ആഗ്രഹം. ഇരിക്കേട്ട് അർച്ചന പുച്ഛത്തോടെ പറയുന്നു, ആഗ്രഹം? അതിനെക്കുറിച്ച് നീ എന്നോട് പറയണ്ട. ഇവന്റെ ആഗ്രഹം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ഇവന്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ സ്നേഹ എന്ന നീയില്ല. ഉള്ളത് നെല്ലിശ്ശേരിയിലെ മരുമകൻ എന്ന സ്ഥാനവും അതുവഴി കിട്ടുന്ന സ്വത്തുക്കളുടെ കണക്കുമാണ്. പക്ഷേ നിനക്കിത് മനസ്സിലായില്ല എന്ന് കരുതി അതിനർത്ഥം ഇവൻ ജയിച്ചു എന്നല്ല. ആ വീട്ടിൽ ഈ നിൽക്കുന്ന ഇവളല്ലാതെ മറ്റാരും നിന്നെ വിശ്വസിക്കില്ല. ഇവള് നീ പറയുന്നത് വിശ്വസിച്ചു എന്ന് കരുതി എല്ലാവരും അങ്ങനെയല്ല. ഇവളുടെ തന്നെ നാശം തൊണ്ടുകയാണ്. നിനക്കിപ്പോൾ ഒരു ധാരണയുണ്ടാകും ഇവളെ പറഞ്ഞ് പിരിയേറ്റി നിന്റെ ആവശ്യം നേടിയെടുക്കാൻ. അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്. ഷാഹിർ മുഹമ്മദ് ധനുഷായ കഥ ഇവള് വിശ്വസിച്ചില്ല എങ്കിലും മറ്റുള്ള എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന താലിമാല തീയിലിട്ട് ചുട്ടെരിച്ചേക്ക്. സ്നേഹ എന്ന ഇവളെയും ഇവളുടെ പേരുള്ള സ്വത്തും രണ്ടും നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അറിയാലോ നിനക്കെന്നെ, ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. സച്ചേട്ടാ വാ പോകാം. സ്നേഹ പോയി വണ്ടിയിൽ കയറിയെന്ന് സച്ചി പറയുമ്പോൾ സ്നേഹ പറയുന്നു, ഞാൻ ഇനി വരുന്നില്ല. ഞാൻ ഇന്നു മുതൽ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. നിനക്ക് സച്ചിയേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് പോരാതെ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും. മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വരാൻ എന്ന് പറഞ്ഞ് അർച്ചന സ്നേഹയെ പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ അർച്ചന സ്നേഹയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു. ദേഷ്യത്തോടെ സച്ചി ധനുഷിനെ ഒന്ന് നോക്കിയിട്ട് സച്ചിയും പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടു നിൽക്കുകയായിരുന്നു മൂർത്തി. ദേഷ്യത്തോടെയും പകയോടെയും ധനുഷ് അവരെ നോക്കി. എന്തായാലും ധനുഷൻ സച്ചിയുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നു. കൂടെ മൂർത്തിക്കും കിട്ടി. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലാണ്. അതിരുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് മീര. തൊട്ടരികിൽ ആവണിയുമുണ്ട്. 2 പേരും കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുന്നു. ഇവൾ ആരെപ്പോലെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അത് കുറച്ച് വളർന്നാലേ പറയാൻ പറ്റൂ, അല്ലാതെ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന് മീര. നീ ജനിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്നെ പോലെയാണെന്നാ. എന്നാലും എൻ്റെ ഗ്ലാമർ നിനക്ക് കിട്ടിയില്ലല്ലോ എന്ന് മീര പറയുന്നുണ്ട്. ശരിക്കും ഞാൻ ആരെപ്പോലെ ഇരിക്കുന്നത് എന്ന് ആവണി ചോദിക്കുന്നു. നിനക്കെൻ്റെ സുഭദ്രാപ്പച്ചിയുടെ ചായയാണ് എന്ന് മീര. അയ്യേ എന്ന് ആവണി. ഇപ്പോൾ വയസ്സായെന്നേ ഉള്ളൂ, നല്ല പ്രായത്തിൽ നീ അവരെ കാണണമായിരുന്നു. എന്തൊരു ഗ്ലാമർ ആയിരുന്നെന്നറിയോ എനിക്ക് മീര. സേതു അവിടേക്ക് വരുന്നു. നിങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. മോളെ ഒന്ന് കുളിപ്പിച്ചെടുക്കാമായിരുന്നു എന്ന് മീര. മീരയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ സേതു വാങ്ങിച്ചു. ഈ സമയം സച്ചി സ്നേഹയും കൊണ്ട് നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. ദേഷ്യത്തോടെ സ്നേഹ അകത്തേക്ക് പോകുന്നു. സച്ചിയും അർച്ചനയും പിറകെ വരുന്നുണ്ട്. സ്നേഹ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സേതു സ്നേഹയോട് പറയുന്നു, നീ അവിടെ നിൽക്കൂ എന്ന്. അങ്ങനെ മീരയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുകയാണ്. കുഞ്ഞിനെയും ആവണിമോളെ വിളിച്ച് അകത്ത് പോകാൻ സേതു പറയുകയാണ് മീരയോട്.
അങ്ങനെ അവർ കുഞ്ഞുമായി അകത്തേക്ക് പോകുന്നു. ശേഷം സേതു സ്നേഹയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നീ എവിടെ നിന്നാ വരുന്നതെന്ന്, നിന്നെ എവിടെ വെച്ചാ സച്ചി കണ്ടത് എന്നും ചോദിക്കുന്നു. ധനുഷിൻ്റെ അടുത്ത് വെച്ചെന്ന് സ്നേഹ, നീ എന്നോട് എന്ത് പറഞ്ഞാൽ പുറത്തേക്ക് പോയതെന്ന് സേതു ചോദിക്കുന്നുണ്ട്. എന്നോട് കള്ളം പറഞ്ഞ് എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് നീ എന്തിനാ അവനെ കാണാൻ പോയത് എന്ന് സേതു പറയുമ്പോൾ സ്നേഹ പറയുന്നു, സത്യം പറഞ്ഞ അച്ഛൻ എന്നെ വിടത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ട് കള്ളം പറഞ്ഞ് പറ്റിക്കുന്നോടി എന്ന് പറഞ്ഞ് സേതു സ്നേഹ അടിക്കാൻ കയ്യോങ്ങി. എന്നാൽ അടിച്ചില്ല. എന്നെ തല്ല്, അതായിട്ട് നീ എന്തിനാ കുറയ്ക്കുന്നത്? സച്ചിയേട്ടൻ ധനുഷിനെ തല്ലി, എന്നെ അച്ഛൻ തല്ലി അനുസരിപ്പിക്കാനാണെങ്കിൽ അത് നടക്കില്ല. ഞാൻ തക്കം കിട്ടുമ്പോഴൊക്കെ അവനെ കാണും, സംസാരിക്കും. ആരും തടയാൻ നിൽക്കേണ്ട, തടഞ്ഞാലും ഞാൻ പോകുമെന്ന് സ്നേഹ. അങ്ങനെ നീ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് നടന്നത് വീണ്ടും സംഭവിക്കും എന്ന് സച്ചി. ഇനി സംഭവിക്കുന്നതെന്ന് അവൻ്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കുമെന്ന് സച്ചി പറയുന്നു. എളുപ്പമാണല്ലോ സച്ചിയേട്ടനത്. എൻ്റെ ഏട്ടൻ എന്നുള്ള പരിഗണനയും ബഹുമാനവും ഉള്ളത് കൊണ്ട് തന്നെ സച്ചിയേട്ടനെ അവൻ തിരിച്ചൊന്നും ചെയ്യില്ല. അപ്പം പിന്നെ എന്തുമാവാലോ എന്ന് സ്നേഹ നീ കുറച്ച് ദിവസമായി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. ഇവിടെ ആർക്കും അവനെ ഉപദ്രവിക്കണമെന്നില്ല. ശരിക്കും അവനെയല്ല, നിന്നെയാണ് തല്ലേണ്ടത്. നീയാണ് അവനെ കാണാൻ അങ്ങോട്ട് ചെല്ലുന്നത് എന്ന് അർച്ചന. ഇനിയും ധനുഷിനെയും ഇനി കൊല്ലുമെന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഇനിയും അവനെ കാണാൻ പോകും. അത് 3.5 തരമാണെന്ന് സ്നേഹ. നീ പോവില്ല, ഇനി നീ അവനെ കാണില്ല, ഞാനാ പറയുന്നത്. അവൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, വാടി എന്ന് പറഞ്ഞിട്ട് സ്നേഹയെ പിടിച്ച് വലിച്ചുകൊണ്ട് സച്ചി മുറിയിലേക്ക് പോകുന്നു. നീ ഇനി എങ്ങനെ അവനെ കാണുമെന്ന് എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് സച്ചി സ്നേഹയെ വാതിലടച്ച് പൂട്ടി മുറിയിൽ. എന്നിട്ട് സച്ചി പോകുന്നു. എന്നെ പൂട്ടിയിട്ടിട്ട് ജയിക്കാൻ പറ്റില്ല എന്ന് എന്നെ ഏട്ടത്തി എന്ന് പറയുന്നവളോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് വീണ്ടും ഡോറിൽ തട്ടി വിളിക്കുകയാണ് സ്നേഹ. എന്നാൽ സച്ചി വാതിൽ പൂട്ടിയിട്ടാണ് പോയത്. കരഞ്ഞുകൊണ്ട് സ്നേഹ നിൽക്കുന്നു. ഇനി അവള് ആ മുറിക്ക് പുറത്തിറങ്ങാനും നോക്കേണ്ടത് അർച്ചനയാണ്. ഒരു കാരണവശാലും ധനുഷിൻ്റെ അടുത്തേക്ക് അവളെ വിടരുത്, കേട്ടല്ലോ എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ നെല്ലിശ്ശേരിയിൽ ധനുഷ് നെല്ലിശ്ശേരി വീട്ടിൽ എത്തിയിരിക്കുന്നുണ്ട്. മതിൽ ചാടി അകത്തേക്ക് വരാനുള്ള ശ്രമത്തിലാണ്, ആരുടെയും കണ്ണിൽ പെടാതെ തന്നെ. അങ്ങനെ ധനുഷ് മതിൽ ചാടി അകത്തേക്ക് വന്നിരിക്കുന്നു. പതിയെ ആരും കാണാതെ അകത്തേക്ക് വരികയാണ്. വാതിൽ പതിയെ തുറന്നപ്പോൾ നന്ദൻ കാണുന്നത് ധനുഷ് എവിടേക്ക് വരുന്ന കാഴ്ചയാണ്. നന്ദനെ കാണുകയാണ് ധനുഷും. അങ്ങനെ ഒന്ന് ഞെട്ടി. നീ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ദിവസം ഇവിടേക്ക് വന്നതും നീ കാണിച്ചു കൂട്ടിയതും ഞാൻ അറിഞ്ഞു. നിന്നോട് എൻ്റെ അച്ഛനും അനിയന്മാരും പറഞ്ഞതല്ലേ ഇവിടെ വരരുതെന്ന്, പിന്നെ എന്തിനാ നീ വന്നത് എന്ന് നന്ദൻ ധനുഷിനോട് ചോദിക്കുമ്പോൾ തന്നെ നന്ദേട്ട എന്ന് പറഞ്ഞ് ധനുഷ് ഒരു പരിങ്ങളോടെ നിൽക്കുന്നു. ആ നിമിഷം തന്നെ ധനുഷിൻ്റെ കരണത്തടിക്കുകയാണ് നന്ദൻ. എൻ്റെ അനുജത്തിയുടെ കണ്ണുനീര് കണ്ട ഒരു സഹതാപം തോന്നി എന്ന് കരുതി എന്ത് തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുകയാണെന്നാണ് നിന്റെ ധാരണയെങ്കിൽ അത് നീ കളഞ്ഞേക്ക്. പിന്നെ നിന്റെ കൈയും കാലും അടിച്ചൊടിക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, അതിൻ്റെ നാണക്കേട് എൻ്റെ അനിയത്തിക്കും ഈ കുടുംബത്തിനും ആയതുകൊണ്ടാണ്. മറ്റാരെങ്കിലും കാണുന്നതിന് മുമ്പ് നീ പോ. മേലിൽ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ നിന്നെ കണ്ടാൽ തൊലച്ച് കളയും നിന്നെ ഞാൻ. ഇറങ്ങിപ്പോടാ എന്ന് ദേഷ്യത്തോടെ നന്ദൻ ധനുഷിനോട് പറയുമ്പോൾ ധനുഷ് പറയുന്നു, ഞാൻ വന്നത് സ്നേഹയെ കാണാനല്ല എന്ന് പറഞ്ഞാൽ നന്ദേട്ടൻ വിശ്വസിക്കില്ല. എങ്കിലും ഞാനൊരു സത്യം പറയാൻ, ഞാൻ വന്നത് നന്ദേട്ടനെ കാണാനാണ്. നന്ദൻ പറയുന്നു, ധനുഷെ നിന്നെ ഒരു തവണ വിശ്വസിച്ചു എന്ന് കരുതി വീണ്ടും നീ എന്നെ മണ്ടനാക്കാമെന്ന് വിചാരിക്കല്ലേ. നിന്നെ വിശ്വസിച്ചതിൻ്റെ ഫലമാണ് സ്നേഹ ഉൾപ്പെടെ ഈ വീട്ടിലുള്ളവരെല്ലാം അനുഭവിക്കുന്നത്. എന്നെ വിശ്വസിക്കണം നന്ദേട്ടാ എന്ന് ധനുഷ് പറയുമ്പോൾ നന്ദൻ പറയുന്നു, എന്ത് വിശ്വസിക്കാൻ? നീ ഇപ്പോൾ വന്നത് എന്നെ കാണാനാണെന്നോ? അതിന് നീ മതിൽ ചാടിയാണോ വരുന്നത് എന്ന് ചോദിക്കുന്നു. പേടിച്ചിട്ടാണ് എന്നെ ധനുഷ് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.